ഇനി നമുക്ക് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ത്രൂ ബ്ലഡ് പഠിക്കാം കേട്ടോ. എങ്ങനെയാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ബ്ലഡ് വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഹിയർ ഫസ്റ്റ് ഐ എം ഗോയിങ് ടു സേ ഹൗ ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ദ ബ്ലഡ്. See, oxygen, it is transported around 97% oxygen is transported by hemoglobin, and remaining 3% oxygen only is transported through the plasma in the dissolved state. ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന 97% ഓക്സിജനും ആർ ബി സിയിൽ കാണുന്ന ഹീമോഗ്ലോബിൻ ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുക. ബാക്കി 3% പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് ട്രാൻസ്പോർട്ടായി പോവുക. സോ ഹിയർ വി നോ ആർ ബി സി എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിനകത്ത് ഏറ്റവും കൂടുതൽ ഉള്ള സെൽസ് ആണ് ആർ ബി സി എന്ന് പറയുന്നത് അല്ലേ. വി നോ 5 to 5.5 മില്യൺസ് ഓഫ് ആർ ബി സീസ് ആർ പ്രസന്റ് പെർ mm³ ഓഫ് ബ്ലഡ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആർ ബി സിയുടെ ഉള്ളിലിരിക്കുന്ന ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഓരോ ആർ ബി സിയുടെയും ഉള്ളിലിരിക്കുന്ന ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് 270 to 280 മില്യൺ ഹീമോഗ്ലോബിനാണ്. ഏകദേശം 270 to 280 മില്യൺ ഹീമോഗ്ലോബിൻ ഓരോ ആർ ബി സിയുടെ ഉള്ളിലുണ്ട്. ആർ ബി സിയുടെ ഉള്ളിൽ ഒരു സെൽ ഓർഗനിലും ഇല്ല. എല്ലാം റിമൂവ് ചെയ്തിട്ട് അതിനെ കംപ്ലീറ്റ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് എന്തുകൊണ്ടാണ്? ഹീമോഗ്ലോബിൻ കൊണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആർ ബി സിയുടെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഗ്യാസസ് ആണ്, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. സോ ഹിയർ the major transportation of oxygen, it occurs through RBC. The RBC, it is filled with the oxygen carrier hemoglobin. Hemoglobin എന്ന് പറയുന്നത് ഒരു 4 സബ് യൂണിറ്റ് ഓഫ് പോളിപെപ്റ്റൈഡ് കൂടിയ 2 ആൽഫ ആൻഡ് 2 ബീറ്റ ചെയിൻ, 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും ഉള്ള ഒരു പോളിപെപ്റ്റൈഡ് ആണ് എന്തെന്ന് പറയാ? ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിനും ഓരോ ഹീമോഗ്ലോബിനും 4 ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കഴിവുണ്ട്. ഓരോ ഹീമോഗ്ലോബിനും 4 ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ഹിയർ ദിസ് ഹീമോഗ്ലോബിൻ when it is taking oxygen, it will be like, see here, ആ ഹീമോഗ്ലോബിൻ ഉണ്ടല്ലോ, ഒരു പോക്കറ്റ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ആ പോക്കറ്റിന്റെ ഉള്ളിലേക്ക് ആര് ഇറങ്ങിയിരിക്കണം? ഓക്സിജൻ ഇറങ്ങിയിരിക്കണം. എത്ര ഓക്സിജൻ ഇറങ്ങിയിരിക്കാം? 4 ഓക്സിജൻ ഇറങ്ങിയിരിക്കാം. സോ ഹിയർ ദിസ് ഈസ് ദാറ്റ് പോക്കറ്റ്. യു ജസ്റ്റ് ഇമാജിൻ 1 oxygen to go inside this pocket is not properly aligned. അത് നന്നായിട്ട് അലൈൻ ചെയ്തിട്ടില്ല, എക്സാക്റ്റ് ആയിട്ട് ആ ഒരു ഓക്സിജൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഓക്സിജൻ ഇവിടെ കിടന്ന് തത്തിക്കളിക്കും. എങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണോ, ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണോ? അതെന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് കോംപ്ലിമെന്ററി അല്ലാത്തതുകൊണ്ടാണ് അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത്. So it will take little time to accommodate 1 oxygen inside the hemoglobin. അതൊരു ഇത്തിരി ടൈം എടുക്കും ഒരു ഓക്സിജൻ ഹീമോഗ്ലോബിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. After fitting 1 oxygen inside the hemoglobin will be properly aligned in such a manner remaining 3 oxygen will be incorporated into that hemoglobin very fast. എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിജൻ ഹീമോഗ്ലോബിൻ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഹീമോഗ്ലോബിന്റെ ആ ആക്റ്റീവ് സൈറ്റ് അല്ലെങ്കിൽ ഓക്സിജൻ ബൈൻഡിങ് സൈറ്റ് വന്നിട്ട് പ്രോപ്പർ ആയിട്ട് അലൈൻ ചെയ്യും ബാക്കി 3 ഓക്സിജനെ വളരെ ഫാസ്റ്റ് ആയിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സി ദ സെക്കൻഡ് ഓക്സിജൻ ഇറ്റ് വിൽ കം ആൻഡ് ജംപ് ഈസിലി ഇൻസൈഡ് ദാറ്റ് പോക്കറ്റ്, ആൻഡ് തേർഡ് ഓൾസോ വിൽ കം ആൻഡ് സിറ്റ് ഇൻ ദാറ്റ് അപ്രോപ്രിയേറ്റ് പൊസിഷൻ. പിന്നെ എത്രാമത്തെയാണ്? 4ാമത്തെ ഓക്സിജൻ ആണ് ഉള്ളത്. ഈ 4ാമത്തെ ഓക്സിജൻ അതിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹീമോഗ്ലോബിൻ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്തു അല്ലേ, ഇനി അതിനകത്ത് കറക്റ്റ് ഓക്സിജന് പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. ആ ഒരു ഓക്സിജന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കറക്റ്റ് ഗ്യാപ്പിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. സോ ഹിയർ വി ക്യാൻ സേ ദ ഓക്സിജൻ when it is binding with the hemoglobin, we can see a sigmoid curve. It is showing the speed of binding of this oxygen by hemoglobin. It can be represented by a sigmoid curve. എന്ന് പറഞ്ഞാൽ see here we can say this is hemoglobin saturation, and here the percentage of oxygen. We can see the first oxygen, it will take little time to accommodate inside. Then after that the second and third it will bind very fast. The fourth one it will take time, and then after that it will be saturated. So the sigmoid curve, this sigmoid curve we can consider as the association of an oxygen into the hemoglobin. ആ സെയിം വേയിൽ തന്നെയാണ് ഡിസോസിയേഷൻ നടക്കുക. ഡിസോസിയേഷൻ നടക്കുമ്പോൾ ആദ്യത്തെ ഒരു ഓക്സിജൻ പുറത്തു വരാൻ വേണ്ടിയിട്ട് എന്താവും? ഒത്തിരി ബുദ്ധിമുട്ടാവും. ആ ബാക്കി 2 ഓക്സിജനും പുറത്തു വരാൻ വേണ്ടിയിട്ട് it will be occurred easily. But the thing, the last oxygen, it will not come out easily, just like how it has taken time for association, atrain time dissociation edukkum. So here we can say the oxygen dissociation curve in with the hemoglobin, we can show a
sigmoid curve നമുക്ക് കാണാൻ പറ്റും. ഒരു sigmoid curve ആയിരിക്കും. And first oxygen it will take little time, second and third it will occur very fast, fourth one it will take little time. The same way the dissociation of oxygen also occur when it reaches to the tissues. അതായത് ഹീമോഗ്ലോബിൻ ഓക്സിജനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഹീമോഗ്ലോബിൻ ടിഷ്യൂസിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓക്സിജനെ ഡിസോസിയേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ? ആ ഡിസോസിയേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ടൈം ലാഗ് നമുക്ക് തുടക്കത്തിലും അവസാനത്തിലും കാണാൻ പറ്റും. So here we can say the oxygen dissociation curve is a sigmoid curve. A sigmoid curve we can see. So here, if this curve, if it is shifting towards right, then we can understand it is more difficult to fit all oxygen inside. If it is shifting towards left, then easily the hemoglobin is undergoing saturation, we can say. See here, this is the saturation rate of hemoglobin. This is the half saturation of hemoglobin. Half saturation of hemoglobin, the partial pressure of oxygen is this much. You just imagine if this curve is going like this. If this curve is going like this, we know half saturation it will be here, and it need more oxygen here for the saturation, right? And if this is shifting towards the left, then we can see the saturation, half saturation it occurs here. So the saturation rate for how much partial pressure of oxygen is needed, this much it will be needed. Appo nokiye korchu oxygen madi ee sigmoid curve left like shift cheyda adu center laanenge the oxygen which is required this much, and if it is moving towards right, then we can understand the oxygen concentration is needed more for the association of hemoglobin or half saturation of hemoglobin with oxygen. Okay, ഇനി നമുക്ക് ആ ഒരു ഷിഫ്റ്റ്, ആ ഒരു ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് അതെങ്ങനെയാ വരുന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാം ഇവിടെ 97% ഓക്സിജൻ ക്യാരി ചെയ്യുന്ന RBC ആണ്, 3% ത്രൂ ദ പ്ലാസ്മ. ഏകദേശം 5 ml ഓക്സിജൻ 100 ml ബ്ലഡ് ക്യാൻ ബി ക്യാരിഡ്. 100 ml ബ്ലഡ് ക്യാരി ചെയ്യുന്ന എത്ര ml ഓക്സിജൻ ആണ്? 5 ml ഓക്സിജൻ ആണ് നമ്മൾ 100 ml ബ്ലഡ് ക്യാരി ചെയ്യുന്നത്. Now we can say the intake of this oxygen to the RBC, there some factors are affected. ചില ഫാക്ടേഴ്സ് ഓക്സിജന് ഹീമോഗ്ലോബിന് ആയിട്ട് ബൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഫേവറബിൾ ആയിട്ടുണ്ട്, ചിലത് അൺഫേവറബിൾ ആയിട്ടുണ്ട്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് വിച്ച് ഈസ് ഫേവറബിൾ ഫോർ ദ അസോസിയേഷൻ ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ? അതായത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഓക്സിജനെ ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫേവറബിൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. സോ ഹിയർ ദ ഫേവറബിൾ കണ്ടീഷൻ ഫോർ ദ അസോസിയേഷൻ ഓഫ് ഓക്സിജൻ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ലെസ് ടെമ്പറേച്ചർ. നമ്മുടെ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കണം? കുറവായിരിക്കണം. അതേപോലെ തന്നെ we can see the pH, it should be more, pH കൂടുതലായിരിക്കണം. അതേപോലെ ഓക്സിജൻ കോൺസെൻട്രേഷൻ ഷുഡ് ബി മോർ, ഓക്സിജൻ കോൺസെൻട്രേഷൻ എങ്ങനെയായിരിക്കണം? കൂടുതലായിരിക്കണം. അപ്പോ so here we can say when this blood is reaching, ഇത് നമ്മളിതാ ഇവിടെ ഒരു സർക്കുലേഷൻ പറഞ്ഞില്ലേ, സിസ്റ്റമിക് സർക്കുലേഷനും പൾമിനറി സർക്കുലേഷനും പറഞ്ഞില്ലേ, അതിനകത്ത് ഈ ബ്ലഡ്, ഏത് ബ്ലഡ് ഓക്സിജൻ എടുക്കുന്നത്? ഈ പൾമിനറി വെയിൻ വഴി പോകുന്ന ബ്ലഡ് ആണ് ഓക്സിജൻ എടുത്ത ബ്ലഡ് അല്ലെ. ഏത് വഴി വരുന്ന ബ്ലഡ് ആണ് ഓക്സിജനെ കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്തിട്ട് ഓക്സിജനെ എടുക്കാൻ പാകത്തിന് വരുന്നത്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ത്രൂ ദ പൾമിനറി ആർട്ടറി വിച്ച് ഈസ് കമ്മിങ്, ദാറ്റ് വിൽ ബി ready to give the carbon dioxide out and take the oxygen inside. appo adine favorable aayittulla conditions aaru provide cheyanam? It has to be provided from the alveolus. adu evidana provide cheyanam? Alveolus inna provide cheyanam ennu parna the condition to take hemoglobin, condition to take oxygen by hemoglobin, അതായത് ഹീമോഗ്ലോബിൻ ഓക്സിജനെ എടുക്കാനുള്ള ഈ എല്ലാ കണ്ടീഷൻസും ഒബേ ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്? ഫേവർ ചെയ്ത് കൊടുക്കേണ്ട ആള് ആൽവിയോളസ് ആണ്. കാരണം എന്താ? പൾമണറി ആർട്ടറി കൊണ്ടുവരുന്ന ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ്, അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്. അവരുടെ ആവശ്യം എന്താണ്? ഓക്സിജൻ നിറച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഓക്സിജനെ നിറച്ചു കൊടുക്കണമെങ്കിൽ ആര് എന്ത് ചെയ്യണം? ആൽവിയോളസ് ഫേവറബിൾ കണ്ടീഷനിൽ നിൽക്കണം. Now we will see in the alveolus what is the condition. When it reaches here in the alveolar region, the deoxygenated blood, we can see in the alveolus the temperature will be less.
ആൽവിയോളസിലെ ടെമ്പറേച്ചർ കുറവായിരിക്കും. നമ്മൾ പറഞ്ഞു അറ്റ്മോസ്ഫിയറിക് എയർ നമ്മളെ കണ്ടക്ടിങ് സോണിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഹ്യൂമിഡിഫൈസ് ദ എയർ ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദ ടെമ്പറേച്ചർ ടു ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു. പക്ഷെ അതിനൊരു പരിധിയുണ്ട്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടിഷ്യൂസിന്റെ ഒക്കെ ആ ഭാഗത്ത് വരുമ്പോൾ ഉണ്ടാവുന്ന ആ ടെമ്പറേച്ചർ ഒന്നും നമ്മുടെ ലങ്സിൽ ഉണ്ടാവില്ല. സോ ദെയർ ഇറ്റ് വിൽ ബി ഫ്രഷ് എയർ വിച്ച് വി ഹാവ് ഇൻഹെയിൽഡ് ഫ്രം അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഇൻഹെയിൽ ചെയ്ത ഫ്രഷ് എയർ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ കുറവായിരിക്കും. അതേപോലെ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ അപേക്ഷിച്ച് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായതുകൊണ്ട് ഓക്സിജൻ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും എവിടെ? ഇൻ ദ ആൽവിയോളസ്. ആൻഡ് വി ക്യാൻ സി ദ pH means hydrogen ion concentration will control the pH അല്ലെ? ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ കൂടിയാൽ എന്താവും? pH കൂടും. ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ കുറഞ്ഞ എങ്ങനെയോ pH കുറയും. ഇവിടെ pH കൂടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിൽ ഒരു റിയാക്ഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ ആ ഹൈഡ്രജൻ അയോണിന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ pH കൂടുതലായിരിക്കും. അസിഡിറ്റി ഇല്ല. അസിഡിറ്റി ഇല്ലാത്ത ഒരു കണ്ടീഷനാണ് എവിടെയുള്ളത്? ആൽവിയോളസിലുള്ളത്. These three factors are favorable for the intake of oxygen by hemoglobin. ഹീമോഗ്ലോബിന് ഓക്സിജൻ എടുക്കാൻ ഈ മൂന്ന് കണ്ടീഷൻ ഫേവറബിൾ ആയാൽ മതി. So here what happened? The hemoglobin, it will be showing more affinity towards oxygen in less temperature and high pH and high oxygen concentration. So here we can see the hemoglobin is carrying the oxygen. Hemoglobin എന്ത് carry ചെയ്യും? Oxygen carry ചെയ്യും. And that oxygen, when it reaches in this left aorta, from there it will be pumped from the left ventricle. It will be pumped through the systemic arteries or through the aorta, and we can see it is reaching to the tissues. അല്ലെ? നമ്മൾ ഈ ലെഫ്റ്റ് ഏട്രിയയിലേക്ക് വരുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിലെത്തി. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അത് അയോർട്ട വഴി എങ്ങോട്ട് പമ്പ് ചെയ്യപ്പെടും? ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് അവർ ബോഡി. നമ്മുടെ ഡിഫറെന്റ് പാർട്സ് ഓഫ് ബോഡിയിലേക്ക് അത് പമ്പ് ചെയ്യുമ്പോൾ ഇനി ഈ ഓക്സിജൻ വന്നിട്ട് ഡിസോസിയേറ്റ് ചെയ്യണം. എങ്ങോട്ടേക്ക്? ഇറ്റ് ഹാസ് ടു ബി ഡിസോസിയേറ്റഡ് ഇൻസൈഡ് ദ ടിഷ്യൂ. ടിഷ്യൂസിലേക്ക് അത് ഡിസോസിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കണ്ടീഷൻ ആണ് വേണ്ടതെന്ന് ചോദിച്ചാല് ദ ഫേവറബിൾ കണ്ടീഷൻ ഫോർ ദ ഡിസോസിയേഷൻ ഓഫ് ഓക്സിജൻ ഫ്രം ഹീമോഗ്ലോബിൻ ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ദിസ് വൺ. ദാറ്റ് ഈസ് ഹൈ ടെമ്പറേച്ചർ, ലെസ് pH ആൻഡ് ലെസ് ഓക്സിജൻ. ആ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ഓക്സിജൻ അവിടെ വിട്ടുകൊടുക്കും. സോ ഹിയർ വി സെഡ് ഇൻ ദിസ് റീജിയൻ ദിസ് ഫേവറബിൾ കണ്ടീഷൻ ഇറ്റ് വാസ് പ്രൊവൈഡഡ് ബൈ ആൽവിയോളസ് ഫോർ ഇൻടേക്ക് ഓഫ് ഓക്സിജൻ. അപ്പൊ ഇവിടുത്തെ ഫേവറബിൾ കണ്ടീഷൻ ആര് കൊടുക്കണം? ഇത് ടിഷ്യൂസ് ഹാസ് ടു ഗിവ് ദ ഫേവറബിൾ കണ്ടീഷൻ ഫോർ ദ ഡിസോസിയേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ടു ദ ടിഷ്യൂസ്. ഇസ് ഇറ്റ്? അല്ലെ? നമുക്ക് മനസ്സിലാവില്ല. ഇവിടെ ആൽവിയോളസ് ആണ് ഫേവറബിൾ കണ്ടീഷൻ കൊടുത്തത്. എന്തിനു വേണ്ടിയിട്ട്? ഹീമോഗ്ലോബിൻ ഓക്സിജൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ടിഷ്യൂസ് ആണ് ഫേവറബിൾ കണ്ടീഷൻ കൊടുക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ട്? ആ കൊണ്ടുചെന്ന ഓക്സിജനെ എല്ലാം ഡിസോസിയേറ്റ് ചെയ്ത് പോകണം. അതായത് ടിഷ്യൂസിന് കൊടുത്തിട്ട് പോകണം. ടിഷ്യൂസിന് കൊടുത്തിട്ട് പോകണം എന്നുള്ളത് ആരുടെ ആവശ്യമാണ്? ടിഷ്യൂവിന്റെ ആവശ്യമാണ്. അപ്പൊ ടിഷ്യൂ ആണ് അതിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദ ഫേവറബിൾ കണ്ടീഷൻ ഫോർ ദ ഡിസോസിയേഷൻ ഓഫ് ഓക്സിജൻ ഈസ് ഫേവറബിൾ കണ്ടീഷൻ ഫോർ dissociation of oxygen is high temperature, less pH and less oxygen. Is it? So here when it reaches to the tissues, namakariam tissue where the oxygen is used, respiration is occurred. There the temperature is released out because of catabolic reaction. avada nadakkunnathu exothermic allengi catabolic reaction aanu. Temperature liberate cheyna reaction aanu. Oxygen consume cheyna reaction aanu. appo endavunu vechale here the temperature inside the tissues will be more. That is favorable for the dissociation of oxygen from hemoglobin. Hemoglobin oxygen dissociate cheyannulla oru favorable condition aanu high temperature. അതേപോലെ തന്നെ the pH will be less. അവിടെ acidic pH ആയിരിക്കും. അവിടെ acidic pH ഉണ്ടാവാനുള്ള കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ.
But here the acidic pH or the H plus ion concentration, it is more because of more carbon dioxide. Because of more carbon dioxide. Oxygen is more consumed in the tissue, so the concentration of oxygen in tissue, it is less. So these conditions, it is favorable for the dissociation of oxygen from hemoglobin to the tissue. Hemoglobin in the tissue like oxygen dissociate ചെയ്തെടുക്കാനുള്ള favorable condition ആണ് ഞാനിപ്പോൾ പറഞ്ഞ മൂന്ന് conditions. High temperature, less pH, less oxygen concentration. Less pH is due to here carbon dioxide continuous ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് അറിയോ? ഈ കാർബൺ ഡയോക്സൈഡ് ആയിട്ട് ഇരിക്കല്ല, that will be combining with the water molecule to produce H2CO3. നമ്മുടെ ഈ ഇത് കാർബൺ ഡയോക്സൈഡ് ലിബറേറ്റ് ചെയ്യുന്ന വാട്ടർ മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്ത് CO2 plus H2O, it will become as H2CO3, and this will be dissociated in the form of H plus plus HCO3 minus. മനസ്സിലായോ? ഈ ഇതെന്തിന്റെ പ്രസൻസിലാണ് നടക്കുന്നതെന്ന് ചോദിച്ചാല് കാർബോണിക് അൻഹൈഡ്രേസ്. Carbonic anhydrase is an enzyme which is mostly present on the surface of RBC and it is also present in plasma and tissue fluid. നമ്മുടെ intercellular fluidലും നമ്മുടെ പ്ലാസ്മയിലും RBCയിലും ഒക്കെ കാണുന്ന ഒരു എൻസൈം ആണ് എന്ത്? കാർബോണിക് അൻഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈം. ഈ കാർബോണിക് അൻഹൈഡ്രേസിനെ കാർബൺ ഡയോക്സൈഡിനെ കിട്ടിയ അപ്പൊ അത് വാട്ടർ മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്യിച്ചിട്ട് അത് കാർബോണിക് ആസിഡ് ആയിട്ട് മാറും, H2CO3 ആയിട്ട് മാറും. ഈ H2CO3നെ അത് ഡിസോസിയേറ്റ് ചെയ്യിപ്പിച്ച് H പ്ലസും HCO3 മൈനസും ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ് എന്ത് ഫോമിലായിരിക്കുന്നത്? H പ്ലസ് ആൻഡ് HCO3 മൈനസ്. ആ H പ്ലസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? pH കുറഞ്ഞു പോകും, അല്ലെങ്കിൽ അസിഡിക് കണ്ടീഷൻ ഉണ്ടാവും. അങ്ങനെയാണ് H പ്ലസിന്റെ കോൺസെൻട്രേഷൻ കാർബൺ ഡയോക്സൈഡ് ഇരിക്കുന്നിടത്ത് കൂടാനുള്ള കാരണം കേട്ടോ. So here, because of this condition, the oxygen will be dissociated from the hemoglobin and carbon dioxide will be associated with the RBC or hemoglobin. This is all about the transportation of oxygen through the blood. Oxygen transportation ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് 97% RBC ആണ്. RBCയിൽ ഇരിക്കുന്ന ഹീമോഗ്ലോബിൻ ആണ്. ബാക്കി 3% മാത്രമാണ് പ്ലാസ്മയിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്നുള്ളൂ. ഓരോ 100 ml ബ്ലഡിനും 5 ml ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓരോ ഹീമോഗ്ലോബിനും 4 ഓക്സിജൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഫസ്റ്റ് ഓക്സിജനെ ഹീമോഗ്ലോബിൻ എടുക്കുന്ന ഒരു കോർഡിനേറ്റഡ് ആക്ടിവിറ്റിയാണ്. ഫസ്റ്റ് ഓക്സിജനെ ഹീമോഗ്ലോബിൻ എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് തേർഡ് ഓക്സിജൻ വേഗം അതിനകത്ത് ജോയിൻ ചെയ്യും. ഫോർത്ത് ഓക്സിജൻ again it will take little time. അതേപോലെ തന്നെയാണ് ഡിസോസിയേഷന്റെ സമയത്തും ഫസ്റ്റ് ഓക്സിജനെ ലിബറേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. സെക്കൻഡ് തേർഡ് it will undergo very fast and fourth one it will take again time. So we can say oxygen dissociation curve എന്ന് പറയുന്ന ഒരു സിഗ്മോയിഡ് കർവ് ആണ്. അതേപോലെ ഓക്സിജൻ അസോസിയേഷൻ കർവ് അതുപോലെ സിഗ്മോയിഡ് കർവ് തന്നെയാണ്. നമ്മൾ ഇവിടെ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കുന്ന ഹീമോഗ്ലോബിൻ, ആ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്ന ഹീമോഗ്ലോബിൻ ആദ്യം അത് ഓക്സിജനെ ലോഡ് ചെയ്യണം. ഓക്സിജനെ ലോഡ് ചെയ്യുന്ന ആൽവിയോളസിന്റെ ഭാഗത്തു നിന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ ലങ്സിൽ നിന്നാണ്. ലങ്സിൽ നിന്ന് ഓക്സിജനെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് ഫേവറബിൾ കണ്ടീഷൻസ് വേണം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് കുറച്ച് ലെസ് ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഹൈ pH ആൻഡ് ഹൈ ഓക്സിജൻ കോൺസെൻട്രേഷൻ ആണ്. ഇത് മൂന്നും ഫുൾഫിൽ ചെയ്യുന്ന റീജിയൻ ആണ് ആൽവിയോളസ്. അപ്പൊ പൾമണറി ആർട്ടറിയിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓക്സിജന്റെ കൂടുതലുള്ളിടത്തുനിന്ന് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറവുള്ളിടത്തുനിന്ന് pH കൂടുതലുള്ളിടത്തുനിന്ന് അത് ഈസി ആയിട്ട് ഓക്സിജനെ അസോസിയേറ്റ് ചെയ്യും, ഓക്സിജനെ ഹീമോഗ്ലോബിനിലേക്ക് എടുക്കും. എന്നിട്ട് അത് പൾമണറി വെയിൻ വഴി അത് വീണ്ടും ഹാർട്ടിലെത്തി അവിടുന്ന് വീണ്ടും അയോട്ട വഴി അല്ലെങ്കിൽ സിസ്റ്റമിക് സർക്കുലേഷൻ വഴി നമ്മുടെ കംപ്ലീറ്റ് ബോഡി സിസ്റ്റത്തിലേക്ക് എത്തും. നമ്മുടെ ടിഷ്യൂസിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ടിഷ്യൂസിലൊക്കെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ടെമ്പറേച്ചർ കൂടുതലാണ്, അതേപോലെ തന്നെ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ H പ്ലസിന്റെ കോൺസെൻട്രേഷനും കൂടുതലാണ്, അല്ലെങ്കിൽ pH കുറവാണ്, അല്ലെങ്കിൽ ഒരു അസിഡിക് pH ആണ്. അപ്പൊ അസിഡിക് pHും ഹൈ ടെമ്പറേച്ചറും ലെസ് ഓക്സിജനും ഫേവറബിൾ ഫോർ ദ ഡിസോസിയേഷൻ ഓഫ് ഓക്സിജൻ ആണ്. അപ്പൊ ഇവിടെ ഹീമോഗ്ലോബിൻ കൊണ്ട് കൊടുത്തേക്കുന്ന ഓക്സിജനെ ഈസി ആയിട്ട് ടിഷ്യൂസിലേക്ക് ഹീമോഗ്ലോബിൻ വിട്ടുകൊടുത്തോളും. Now we have to see the transportation of carbon dioxide. ഇനി നമുക്ക് പഠിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ.
So transportation of carbon dioxide, it occurs around 7% of carbon dioxide will be transported in the form of dissolved state. Dissolved state transport time 7%. 20 to 25% it is transported through RBC. Okay. 7% it is transported through the plasma. 20 to 25% it is transported in the form of carbaminohemoglobin through hemoglobin. Hemoglobin combine 20 to 25% carbon dioxide transport ചെയ്യിപ്പിക്കും. ഏകദേശം 70% it is transported through the carried in the form of bicarbonate. Okay, അപ്പോൾ നമുക്ക് ഒന്ന് എഴുതി വെക്കാം. 7% it is transported through plasma. 20 to 25% it is binding with the hemoglobin to form carbaminohemoglobin. 20 to 25% വന്നിട്ട് carbaminohemoglobin ആയിട്ടായിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുക. remaining 70% it is transported transported through RBC in the form of bicarbonate. ഇതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. So here നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ 70% ബൈകാർബണേറ്റ് ആണ് കേട്ടോ. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ഇറ്റ് ഈസ് റിലീസിങ് ഔട്ട് ഫ്രം ദ ടിഷ്യൂന്ന് റിലീസ് ആവുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ see here the major part of carbonic anhydrase. Carbonic anhydrase is an enzyme which is majorly present on the surface of RBC. RBC യുടെ സർഫസിലാണ് അത് ഏറ്റവും കൂടുതൽ കാണാം. So here we can see the carbon dioxide which is released from the tissue, it will be combined with water molecule in the presence of carbonic anhydrase and it produces carbonic acid, and this carbonic acid it will be released in the form of H plus plus HCO3 മൈനസ്. ഇങ്ങനെ രണ്ട് അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ഇനി ശ്രദ്ധിച്ചോ, ഈ H plus HCO3 മൈനസ് ഡിസോസിയേറ്റ് ചെയ്യുന്ന എവിടെയാ? RBCയുടെ സർഫസിലാണ് അല്ലെ. ഇതിനകത്ത് H പ്ലസും HCO3 മൈനസും രണ്ടും RBCയുടെ ഉള്ളിൽ കാണും. ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്തല്ല, RBCയുടെ ഉള്ളിലായിരിക്കും കാണുക എന്ത്? H plus and HCO3 minus. Now we can see HCO3 minus it will slowly come out from the RBC. HCO3 minus പതുക്കെ എവിടെ നിന്ന് കടന്നു വരും? ഈ പറയുന്ന RBCയുടെ ഉള്ളിൽ നിന്ന് കടന്നു വരും. ആ HCO3 minus കടന്നു വരുമ്പോൾ RBCയുടെ ഉള്ളിൽ H പ്ലസിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയായി പോയി? വളരെ കൂടുതലായി പോയി. കാരണം എന്താ? H പ്ലസ് പോസിറ്റീവ് ചാർജാ, അതിന് ഈക്വൽ ആയിട്ടുള്ള നെഗറ്റീവ് ചാർജ് അവിടെ ഉണ്ടായിരുന്നു HCO3 മൈനസ് അല്ലെ. അത് പുറത്തേക്ക് വന്നതോടുകൂടി പോസിറ്റീവ് ചാർജ് ഇൻസൈഡ് RBC ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻക്രീസിങ്. ആ RBCയുടെ ഉള്ളിൽ H പ്ലസിന്റെ കോൺസെൻട്രേഷൻ കൂടി, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് കൂടി. അപ്പോൾ ഈ HCO3 മൈനസ് പുറത്തേക്ക് വന്നതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോറൈഡ് അയോൺസ് ഇറ്റ് വിൽ സ്റ്റാർട്ട് മൂവിങ് ഇൻസൈഡ്. ക്ലോറൈഡ് അയോൺ എങ്ങോട്ട് മൂവ് ചെയ്യും? ഈ RBCയുടെ ഉള്ളിലേക്ക് മൂവ് ചെയ്യും. ക്ലോറൈഡ് അയോൺ ഇറ്റ് ഈസ് നെഗറ്റീവ്ലി ചാർജ്, റൈറ്റ്? സോ ഹിയർ വി ക്യാൻ സീ ദ HCO3 minus which is coming out from RBC, it will combine with the sodium and it will be converted in the form of sodium bicarbonate. NaHCO3 ആയിട്ട് മാറും. ദിസ് HCO3 മൈനസ് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ RBCയുടെ സർഫസിൽ ഇരിക്കുന്ന എൻസൈം ആണ് കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈം. ഈ കാർബോണിക് അൺഹൈഡ്രേസ് കാർബൺ ഡൈ ഓക്സൈഡിനെ വാട്ടറിനെ കൂടെ കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് കാർബോണിക് ആസിഡ് ആയിട്ട് മാറും. കാർബോണിക് ആസിഡ് പെട്ടെന്ന് തന്നെ ഡിസോസിയേറ്റ് ആയിട്ട് H പ്ലസും HCO3 മൈനസും ആയിട്ട് മാറും. ഇതിനകത്ത് H പ്ലസും HCO3 മൈനസും രണ്ടും RBCയിലായിരിക്കും കാണുക. HCO3 മൈനസ് RBCയുടെ ഉള്ളിലിരിക്കില്ല, അത് വേഗം പുറത്തേക്ക് ജമ്പ് ചെയ്ത് പോരും. അപ്പൊ H പ്ലസ് മാത്രമായി ഇപ്പോൾ ആരുടെ ഉള്ളില്? RBCയുടെ ഉള്ളിൽ. എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഇൻസൈഡ് ദ RBC ഇറ്റ് ഈസ് ഇൻക്രീസിങ്, നെഗറ്റീവ് ചാർജ് ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട് ബിക്കോസ് ഓഫ് ദാറ്റ് ടു കോമ്പൻസേറ്റ് ദിസ് നെഗറ്റീവ് ചാർജ്. അവർ കുറെ നെഗറ്റീവ് ചാർജ് പുറത്തേക്ക് വന്നു അല്ലെ. അപ്പൊ RBCയുടെ ചാർജ് കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആയി പോയി ബിക്കോസ് ഓഫ് ഓൺലി H പ്ലസ്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് കയറി പോകത്തേക്ക്? ക്ലോറൈഡ് അയോൺസ് ഉള്ളിലേക്ക് കയറിപ്പോകും.
ഈ ക്ലോറൈഡ് അയോൺസ് ഉള്ളിലേക്ക് കയറിപ്പോയി HCO3 പുറത്തേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ക്ലോറൈഡ് അയോൺ ഷിഫ്റ്റ് എന്ന് കേട്ടോ. അതിനെയാണ് നമ്മൾ ക്ലോറൈഡ് അയോൺ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. സോ ഹിയർ ഈ HCO3 മൈനസ് പുറത്തേക്ക് വരുന്നത് ദാറ്റ് വിൽ ബി കമ്പൈനിങ് വിത്ത് എക്സ്ട്രാ സെല്ലുലാർ കാറ്റയോൺ ആസ് സോഡിയം. സോഡിയം Na+ആയിട്ട് അത് കമ്പൈൻ ചെയ്ത് സോഡിയം ബൈകാർബണേറ്റ് ആയിട്ട് മാറും. അപ്പോൾ HCO3 മൈനസ് RBCയുടെ പുറത്ത് വന്ന് പ്ലാസ്മയിലിരിക്കുന്ന അല്ലെങ്കിൽ ഇന്റർ സെല്ലുലാർ ഫ്ലൂയിഡിലിരിക്കുന്ന സോഡിയം ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ സോഡിയം ബൈകാർബണേറ്റ് ആയിട്ട് മാറും. ഈ H+ ഇറ്റ് വിൽ ബി പ്രസന്റ് ഇൻസൈഡ് RBC. അതേപോലെ തന്നെ ക്ലോറൈഡ് അയോൺ വിച്ച് ഈസ് എൻറ്ററിങ് inside the RBC. Chloride ion RBCയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി കമ്പൈനിങ് വിത്ത് ഇൻട്രാസെല്ലുലാർ കാറ്റയോൺ. അതായത് RBCയുടെ ഉള്ളിലൊരു കാറ്റയോൺ ഇരിക്കുന്നത് ഏതാ? പൊട്ടാഷ്യം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മേജർ എക്സ്ട്രാ സെല്ലുലാർ കാറ്റയോൺ ഈസ് സോഡിയം, മേജർ ഇൻട്രാസെല്ലുലാർ കാറ്റയോൺ ഈസ് പൊട്ടാഷ്യം എന്നാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഉള്ളിലിരിക്കുന്ന കാറ്റയോൺ പൊട്ടാഷ്യമായിട്ട് ക്ലോറൈഡ് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ പൊട്ടാഷ്യം ക്ലോറൈഡ് ഉണ്ടാവും. അപ്പോൾ ആ പൊട്ടാഷ്യം ക്ലോറൈഡ് ഇതിൻ്റെ ഉള്ളിലുണ്ടാവും, H+ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ആ സോഡിയം ബൈകാർബണേറ്റ് എവിടെ ഉണ്ടാവും? RBCയുടെ പുറത്തുണ്ടാവും. ആ ഒരു ഫോമിലാണ് ഇവിടുന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്ത് വരുന്നത്. സോ വെൻ ഇറ്റ് റീച്ചസ് ടു ദിസ് റീജിയൻ ദ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വിൽ ബി പംപ്ഡ് ത്രൂ ദ പൾമനറി ആർട്ടറി. പൾമനറി ആർട്ടറിയിലേക്ക് പമ്പ് ചെയ്യും. There we can see when it reaches in this region, ദിസ് ഹീമോഗ്ലോബിൻ എന്തിനാ ക്യാരി ചെയ്തേക്കുന്നത്? ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാരി ചെയ്തേക്കുന്നത്. ഹീമോഗ്ലോബിന് അഫിനിറ്റി ഓക്സിജനോട് കൂടും എപ്പോ ടെമ്പറേച്ചർ കുറയുമ്പോൾ, അതേപോലെ pH കൂടുമ്പോൾ, അതേപോലെ തന്നെ ഓക്സിജൻ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ. അങ്ങനെ ഒരു കണ്ടീഷൻ ഈ ആൽവിയോളസിലുള്ള സ്ഥിതിക്ക് ഹീമോഗ്ലോബിൻ ആ കാർബൺ ഡൈ ഓക്സൈഡിനെ മുഴുവൻ പുറത്തേക്ക് വിടും. അതിന്റെ ഒപ്പം തന്നെ ഈ കാർബോണിക് അൺഹൈഡ്രേസ് ഉണ്ടല്ലോ, അത് റിവേഴ്സിബിൾ റിയാക്ഷനും ചെയ്യും. റിവേഴ്സിബിൾ റിയാക്ഷൻ ചെയ്യാന്ന് പറഞ്ഞാല് ഈ സോഡിയം ബൈകാർബണേറ്റ് ഇറ്റ് വിൽ dissociate its bicarbonate as HCO3 minus. ഈ HCO3 മൈനസ് വന്ന് H+ ആയിട്ട് കമ്പൈൻ ചെയ്യും. ദാറ്റ് വിൽ ബിക്കം ആസ് H2CO3. H2CO3 ഇറ്റ് വിൽ ബി ഡിസോസിയേറ്റഡ് ഇൻ ദ ഫോം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അപ്പൊ ഇതിന്റെ റിവേഴ്സിബിൾ റിയാക്ഷനെ ഫേവർ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഈ ആൽവിയോളസിലുള്ളത്. സോ ഹിയർ വി ക്യാൻ സി this carbonic anhydrase, it will do the opposite reaction and we can see it is dissociated in the form of carbon dioxide and water. There the carbon dioxide it will be diffused according to the concentration gradient. നമുക്കറിയാം ഇവിടെ കൊണ്ടുവരുന്ന കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ എത്രയാ? 45 mmHg. ഇവിടുത്തെ കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ എത്രയാ? 40 mmHg. അപ്പോൾ അവിടുത്തെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പതുക്കെ എങ്ങോട്ട് റിലീസ് ആയി പൊക്കോളും? ആൽവിയോളസിലേക്ക് റിലീസ് ആയി പൊക്കോളും. സോ ഹിയർ ദ ഫേവറബിൾ കണ്ടീഷൻ വിച്ച് ഇസ് പ്രൊവൈഡിങ് ഫോർ ദ അസോസിയേഷൻ ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ, ദാറ്റ് ഈസ് the less temperature and high pH and high oxygen concentration, that effect is called as Haldane effect. അതിന് നമ്മൾ പറയുന്ന പേരാണ് Haldane effect. Haldane effect. And the favorable condition for the dissociation of oxygen and taking of carbon dioxide in the tissue region, that is favored by high temperature, less oxygen and less pH or acidic pH. That is nothing but the Bohr effect. So Bohr effect, because of Bohr effect, the hemoglobin dissociated oxygen and give the oxygen to tissues. Because of Haldane effect, carbon dioxide is dissociated from the blood and it is giving to the alveolus and it will help in intake of oxygen by the hemoglobin. Hemoglobin intake നടക്കുന്നത് എന്ത് എഫക്റ്റ് കൊണ്ടാണ്? Haldane effect കൊണ്ടും അതുപോലെ തന്നെ ഓക്സിജൻ ഡിസോസിയേഷൻ നടക്കുന്നത് Bohr effect കൊണ്ടുമാണ് കേട്ടോ. So here we can say if any of this factor, if it is affecting the oxygen dissociation curve, it will be either move towards the right or it will move towards the left. And we already said if it is moving towards the right, that is the saturation rate, it is increasing. They need more amount of oxygen for the saturation of hemoglobin. അല്ലെ, അത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നെങ്കിൽ they need less amount of oxygen for its saturation. അപ്പോൾ here we can say if the temperature, if it is less, the oxygen dissociation curve, so oxygen dissociation curve, it will be shifted towards left if the temperature is less, pH is more, oxygen is more. And here we can see this is the
graph which has been shifted towards right. This is shifted towards right, this is shifted towards left. So here we can say the graph will be shifted towards right. Then we can say the temperature it is more, pH is less, oxygen is less. In these three conditions, the sigmoid curve it will be shifted towards right. Okay, so this is all about the transportation of oxygen and carbon dioxide. It is very important portion. You have to study about it and remember this chemical reactions. Okay, carbonic anhydrase കൊണ്ടുണ്ടാകുന്ന reactions ഓർത്തിരുന്നോളാം. അതേപോലെ തന്നെ ക്ലോറൈഡ് ഷിഫ്റ്റ് അത് എവിടെയാണ് വരുന്നത് ഒരുപാടൊന്നും പഠിക്കേണ്ട അതേ പറ്റിയിട്ട്. ക്ലോറൈഡ് ഷിഫ്റ്റ് എന്താന്ന് ഓർത്തിരിക്കുക. എന്താ ക്ലോറൈഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്? HCO3- പുറത്തേക്ക് വന്ന നെഗറ്റീവ് ചാർജിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്ന് RBCയിലേക്ക് എൻ്റർ ചെയ്യുന്ന നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ് ക്ലോറൈഡ് എന്ന് പറയുന്നത്. ആ ക്ലോറൈഡ് എവിടെ എന്തുമായിട്ട് ബൈൻഡ് ചെയ്യും? പൊട്ടാഷ്യമായിട്ട് ബൈൻഡ് ചെയ്ത് KCl പൊട്ടാഷ്യം ക്ലോറൈഡ് ആയിട്ട് അവിടെ കാണും. അതേപോലെ തന്നെ സോഡിയം ബൈകാർബണേറ്റ്, ദ ബൈകാർബണേറ്റ് വിച്ച് ഈസ് ക്യാരിഡ് ത്രൂ ദ ബ്ലഡ് ഈസ് ഇൻ ദ ഫോം ഓഫ് സോഡിയം ബൈകാർബണേറ്റ്, പൊട്ടാഷ്യം ബൈകാർബണേറ്റ്, ഇറ്റ് ഈസ് seen as simple bicarbonate. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു വർഷം ക്വസ്റ്റ്യൻ ചോദിച്ചാണ് കേട്ടോ. So sodium bicarbonate, in that form the carbon dioxide it will be, or HCO3- it is transported through the blood. Okay, so this is all about the transportation of gases.